ദുബായ് പെയ്ഡ് പാർക്കിംഗ് സോണുകളിൽ പീക്ക് പാർക്കിംഗ് ടൈം വരാൻ വേണ്ടി പോവുകയാണ്. ആ പീക്ക് പാർക്കിംഗ് ടൈമിങ്ങിൽ എത്രയാ ഫീസും കൂടി അറിയണ്ടേ? ഞാൻ പറഞ്ഞു തരാം. വെൽക്കം ടു നബീൽ ടോക്സ്. സാലിക്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ള പീക്ക് സിസ്റ്റം അത് ദുബായ് പെയ്ഡ് പാർക്കിംഗ് സോണിലും കൂടി അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇത് എഫക്റ്റ് ആവുന്നത് ആഫ്റ്റർ റമദാൻ ഏപ്രിൽ 2025 മുതലാണ്. ദുബൈയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ പലരും കണ്ടിട്ടുണ്ടാവും, പഴയ കോഡുകളൊക്കെ മാറി, പഴയ സൈൻ ബോർഡുകളൊക്കെ മാറി, പുതിയ കോഡും പുതിയ സൈൻ ബോർഡുകളൊക്കെയാണ് കാണുന്നത്. ആ വലിയ സൈൻ ബോർഡിന്റെ താഴെ ചെറിയൊരു ബോർഡും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മെയിൻലി പേയ്മെന്റ് ആക്സസ് ആണെങ്കിലും അതിൽ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കോഡ് മാത്രം പോരാ, അതിന്റെ അടിയിലുള്ള ആ ഒരു ചെറിയ ഡീറ്റെയിൽസ് ബോർഡും കൂടി നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കണം. അതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദുബായിൽ നോർമലി പെയ്ഡ് പാർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 8 AM ടു ഈവനിങ് 10 PM വരെയാണ്. ഇതിന്റെ അകത്ത് പീക്ക് ടൈം വരുന്നത് മോർണിംഗ് 8 AM ടു 10 PM വരെയും ഈവനിങ്ങിൽ അത് 4 PM ടു 8 PM വരെയാണ്. ഈ രണ്ട് പീക്ക് ടൈമിങ്ങിലും നമുക്ക് ചാർജ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെർ ഹവേഴ്സിന് 6 ദിറം നമ്മൾ കൊടുക്കണം. നോർമൽ ഫീസ് അല്ല. നോർമൽ നിങ്ങൾ 2 ദിറംസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, പക്ഷെ പീക്ക് ടൈമിൽ അത് 6 ദിറംസ് ആവും. ചില ഏരിയയിൽ നോർമൽ 4 ദിറംസ് ആയിരിക്കും, പക്ഷെ പീക്ക് ടൈമിൽ അത് 6 ദിറംസ് ആകും. പെർ ഹവർ ആണ്. ഏപ്രിൽ മാസം മുതലാണ് ഈ ഒരു പെയ്ഡ് പാർക്കിംഗ് സോണുകളിൽ പീക്ക് ടൈമിംഗ് വരുന്നത്. അതോടുകൂടി തന്നെ ആ ഏരിയയിലെ പല കോഡുകളും നിങ്ങൾ മാറിയിട്ട് കാണാം. ചില ഏരിയയിലൊക്കെ നിങ്ങൾ കാണാം ഇതുപോലുള്ള സിൽവർ കളറിലുള്ള ബോർഡുകൾ കാണാം. അതിൽ AP, CP, DP, മുമ്പ് ABC എന്ന് പറയുന്നതായിരുന്നു കോഡ്. അപ്പൊ അതൊക്കെ മാറി AP, BP, CP എന്നുള്ള ആ ഒരു ബോർഡിലേക്ക് ഇവർ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോഡ് ബോർഡ് മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ അടിയിലുള്ള ചെറിയ ബോർഡും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അത് ശ്രദ്ധിച്ച് അത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ പാർക്കിംഗ് ഇട്ടിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുക. അതർവൈസ് യു വിൽ ഗെറ്റ് ദ ഫൈൻ. അപ്പൊ എല്ലാവരോടും ഒന്ന് ശ്രദ്ധിക്കുക. വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ പൈസ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്, അങ്ങോട്ട് കൊടുക്കാനല്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്നതെങ്കിലും ഇനി ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. സോ സലാം.